മലയാറ്റൂരിൽ ചിത്രപ്രിയയെ കൊലപ്പെടുത്തിയത് കല്ലുകൊണ്ട് തലയ്ക്കടിച്ചെന്ന് കണ്ടെത്തി. കേസിൽ പ്രതിയായ അലനെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. അലൻ നേരത്തെയും ചിത്രപ്രിയയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചെന്നും കണ്ടെത്തി. അബ്ദുൾ റഹീമാണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. അബ്ദുൾ റഹീം, എന്തായാലും ഈ വാർത്ത നമ്മളേറെ ഞെട്ടിക്കുന്നതായിരുന്നു. അതിലാണ് ഇപ്പോൾ കൂടുതൽ കണ്ടെത്തലുകൾ ഉണ്ടായിരിക്കുന്നത്. തെളിവെടുപ്പിൽ എന്തെല്ലാം നിർണായകമായിട്ടുള്ള വിവരങ്ങളാണ് ലഭ്യമായിട്ടുള്ളത്? കൃത്യമായ ആസൂത്രണം നടത്തിയാണ് പ്രതി അലൻ ചിത്രപ്രിയയെ കൊലപ്പെടുത്തിയത് എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. കാരണം ആദ്യഘട്ടത്തിൽ തന്നെ പെൺകുട്ടിയെ കൊലപ്പെടുത്താൻ പ്രതി അലൻ ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ്. ആദ്യം പുഴയിൽ തള്ളി കരടി പാലത്തിൽ നിന്ന് പുഴയിലേക്ക് തള്ളിയിട്ട് ഈ ചിത്രപ്രിയയെ കൊലപ്പെടുത്താനാണ് പ്രതി ശ്രമിച്ചത്. പക്ഷേ അത് വിജയിച്ചില്ല. പിന്നീടാണ് ബാംഗ്ലൂരിൽ പഠിക്കാൻ പോയിരുന്ന ചിത്രപ്രിയ മടങ്ങി നാട്ടിലെത്തിയപ്പോൾ ഉത്സവത്തിനായാണ് പെൺകുട്ടി നാട്ടിൽ മടങ്ങിയെത്തിയത്. ഈ സമയത്ത് തനിക്ക് കാണണം എന്ന് പറഞ്ഞ പെൺകുട്ടിയെ വിളിച്ചു വരുത്തുകയും പെൺകുട്ടിയുടെ വീട്ടിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ മാത്രം അകലെയുള്ള ആളൊഴിഞ്ഞ പറമ്പിൽ എത്തിച്ച് പെൺകുട്ടിയെ ഇയാൾ കൊലപ്പെടുത്തുകയും ചെയ്തത് കല്ല് തലയിലേക്കിട്ട് കൊലപ്പെടുത്തുകയായിരുന്നു എന്നുള്ളതാണ്. ഇതിന് ഏകദേശം 22 കിലോയോളം ഭാരം വരുന്ന കല്ലാണ് ഈ പെൺകുട്ടിയുടെ തലയിലേക്ക് പ്രതിയിട്ടത്. ഈ കൃത്യം നടത്തിയതിനു ശേഷം പ്രതി സംഭവ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ടത് വസ്ത്രം മാറിയായിരുന്നു. വസ്ത്രം മാത്രമല്ല, ധരിച്ചിരുന്ന ഷൂസ് ഉൾപ്പെടെ ഈ പ്രതി അലൻ മാറിയിരുന്നു. ഇതിനുശേഷം ഇയാൾ സംഭവ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ടു. പിന്നീട് പലയിടങ്ങളിലായി ഇയാൾ കറങ്ങി നടന്നു. പിന്നെയാണ് ഇയാൾ പോലീസിന്റെ പിടിയിലാകുന്നത്. ഏതായാലും കേസുമായി ബന്ധപ്പെട്ട് പോലീസ് ബാംഗ്ലൂരിലടക്കം എത്തി വിവരങ്ങൾ ശേഖരിക്കുകയും പരിശോധന നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു. പെൺകുട്ടിയോടുണ്ടായ വൈരാഗ്യമാണ് ഇത്തരത്തിലൊരു ക്രൂര കൃത്യത്തിലേക്ക് പ്രതി അലനെ നയിച്ചതെന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. കാരണം ഈ പെൺകുട്ടിക്ക് മറ്റ് ആളുമായി പരിചയമുണ്ടായിരുന്നു, അല്ലെങ്കിൽ സുഹൃത്ത് ബന്ധം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അലനെ പ്രകോപിപ്പിക്കാനുണ്ടായത്. കാരണം ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില ചിത്രങ്ങൾ പെൺകുട്ടിയുടെ മൊബൈലിൽ അലൻ കാണുകയും ചെയ്തിരുന്നു. ഇതിന്റെ വൈരാഗ്യമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നുള്ളതാണ്. ഈ കഴിഞ്ഞ ഡിസംബർ ആദ്യവാരത്തിലാണ് പെൺകുട്ടിയെ വീട്ടിൽ നിന്ന് കാണാതാവുകയും പോലീസിൽ കുടുംബം പരാതി നൽകിയതുമായി ബന്ധപ്പെട്ട് കൃത്യമായി ആസൂത്രണം ചെയ്ത ഒരു കൊലപാതകം, അതിന്റെ നിർണായകമായിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ ഈ സമയത്ത് ലഭ്യമാകുന്നു എന്നുള്ളതാണ്.